നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചിരുന്നു. ഇത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദത്തിന്റെ ഫലമാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ്. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. അവിടെ കടുത്ത എതിർപ്പാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനത്തിനെതിരെ ഉയർന്നുകൊണ്ടിരുന്നത്. എന്തായാലും നിലവിൽ ഉത്തരേന്ത്യയിലെ കൂടുതൽ കോൺഗ്രസ് ഘടകങ്ങൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കാതെ അതിനു മുൻപുള്ള ദിവസമോ അതിനുശേഷമോ അയോധ്യയിലേക്ക് ഒഴുകിയെത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഉത്തർപ്രദേശ് ഘടകം ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അയോധ്യയിൽ പരമാവധി പരിക്കേൽക്കാതെ നീങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. പ്രതിഷ്ഠാ ദിനം BJP രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റിയെന്ന വിമർശനം ഉന്നയിച്ച് മാറി നിൽക്കുന്ന സമയം തന്നെ തങ്ങൾക്ക് അയോധ്യയുടെ തൊട്ടുകൂടായ്മയില്ല എന്ന് തെളിയിക്കേണ്ടത് കോൺഗ്രസിന്റെ വലിയ ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സംസ്ഥാന ഘടകങ്ങൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ ഘടകങ്ങളിലെ നേതാക്കളും അയോധ്യയിൽ എത്തുമെന്ന് തന്നെയാണ് വിവരം. വ്യക്തിപരമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് താൻ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശിലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് ഇതിനു മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. PCC അധ്യക്ഷയായ അമ്മ പ്രതിഭ സിംഗും ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്ന തരത്തിലുള്ള സൂചനകളും വരുന്നുണ്ട്. എന്തായാലും ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഉത്തർപ്രദേശ് പര്യടനത്തിനിടെ രാഹുൽ ഗാന്ധി അയോധ്യ സന്ദർശിക്കണമെന്നുകൂടി ഉത്തർപ്രദേശിന്റെ PCC ആവശ്യപ്പെടുന്നുണ്ട്. മതവിശ്വാസത്തിന്റെ പേരിൽ പോകുന്ന ആരെയും തടയില്ല എന്നുള്ള നിലപാടാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന ഒരു ബാലൻസിംഗ് പൊളിറ്റിക്സ് കൂടി കോൺഗ്രസ് ഇവിടെ നടത്തുന്നുമുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി 1000 പേരടങ്ങുന്ന സംഘമാണ് അയോധ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ച് രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്ന് PCC അധ്യക്ഷനായ അജയ് റായ് അറിയിക്കുന്നുമുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി വെളിച്ചത്ത് വന്നിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ അവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും അയോധ്യയിലേക്ക് തങ്ങളില്ല എന്ന നിലപാട് തുറന്നു പറയേണ്ടി വരും. പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഉത്തരേന്ത്യയിൽ സീറ്റുകൾ നേടണമെങ്കിൽ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ മതവികാരം വ്രണപ്പെടാതെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഒരു തോന്നൽ ഉളവാക്കണമെങ്കിൽ കോൺഗ്രസിന് അയോധ്യയിൽ എത്തിയേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ടുകൊണ്ട് ഈ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഹിമാചലിലെയും അതിനോടൊപ്പം UP യിലെയും ഒക്കെ സംസ്ഥാന ഘടകങ്ങൾ അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.